നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് നേരുന്നു. അപ്പോൾ ഞാനിന്ന് ടാരോ റീഡിങ്ങിലൂടെ ഡിവൈനോട് ചോദിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. അവരുടെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെയുള്ള ഒരു സാഹചര്യം എന്താണ്, ഒരു റീയൂണിയൻ പോസിബിൾ ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. അങ്ങനെ ചിലരുടെ ഒരു എനർജിയാണ് ഞാനിന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പം നമ്മൾ വ്യക്തിപരമായിട്ട് നോക്കുന്നതല്ല, ഒരുപാട് പേരുടെ എനർജി സാമ്യം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട്, നിങ്ങളുടെ ലൈഫിൽ നാളും പേരും പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിരിക്കും അതിനകത്ത് നിൽക്കുന്നത്. അതിനകത്ത് മറ്റുള്ള എനർജീസ് ഒന്നും കയറി വരില്ല. അതുവഴി നിങ്ങൾക്ക് അതുവഴി ഒരു ഗൈഡൻസ് ലഭിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുകയും ചെയ്യും. അപ്പം ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്ന് പോസിറ്റീവ് മൈൻഡോട് കൂടി വേണം ഈ ഒരു എനർജി കാണാൻ. കാരണം ഇത് യാദൃശ്ചികമല്ല. ഇത് നിങ്ങളുടെ മുമ്പിൽ ഇത് വരുന്നതുണ്ടെങ്കിൽ അതൊരു നിയോഗം പോലെയാണ് ഓരോരുത്തരുടെ മുമ്പിലും ടാരോ റീഡിങ് വരുന്നത്. അത് അത് കാണാൻ ഒരു അർഹത ഉള്ളവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയോഗമുള്ളവർക്ക് മാത്രമേ അവരുടെ മുമ്പിലെ ഈ ടാരോ റീഡിങ് വരികയുള്ളൂ എന്ന് പറയും. ഓക്കെ, അത് യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമാണ് നിങ്ങൾക്കുള്ള. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ റീഡിങ് സ്നേഹിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു എനർജിയും കൂടെ ഇതിൽ വരുന്നതാണ്. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 7 ദിവസം കൂടുമ്പോൾ 2 കാർഡ് റീഡിങ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എൻ്റെ മെമ്പേഴ്സിന് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് കാർഡ്സ് എടുക്കാം. ടെൻ ഓഫ് സോൾസ് ആണ് കറൻ്റ്ലി നിങ്ങൾ പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. സോഴ്സ് എന്ന് പറയുമ്പം ബുദ്ധിയെ സൂചിപ്പിക്കുന്നു, എയർ എലമെൻറ്റ്. അപ്പം നിങ്ങളുടെ വ്യക്തി ഇപ്പം കഠിനമായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മാനസികമായിട്ടുള്ള വിഷമം എന്ന് വെച്ചാൽ, വേദനയെന്ന് പറയുമ്പോൾ ശരീരത്തിനല്ല, മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നു. ഒരു മരണതുല്യമായിട്ടുള്ള വേദന. എന്ത് ചെയ്യണം, ഒരു വഴിയുമില്ല, എല്ലാ വഴിയും അടഞ്ഞ രീതിയിൽ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് എനിക്കിപ്പോൾ കാണുന്നത്. അതിന് കാരണം എന്നുള്ളതെന്ന് പറയുമ്പോൾ അതിന് ബ്ലോക്കേജായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന 3 ഓഫ് വാൻസ് ആണ്. ഫയർ എലമെൻറ്റ് അവർക്ക് മുന്നോട്ട് പോകുന്നതിന് എന്ന് വെച്ചാൽ അവരുടെ വ്യക്തിയുടെ അടുത്തോട്ട് തിരിച്ചു പോകാനായിട്ട് തടസ്സമാണ് അവിടെ കാണുന്നത്. അവർക്ക് ആഗ്രഹം, അവർക്ക് ഇപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ നിൽക്കാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പം അവർക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സമാണ് എനിക്കിവിടെ കാണുന്നത്. അതിന് അവരെ തടസ്സപ്പെടുത്തി വെച്ചേക്കുന്നു. മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു റിലേഷനകത്ത് ഉള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു റിലേഷൻ്റെ ഫ്യൂച്ചർ എനിക്ക് കറൻ്റ്ലി പെയിൻ അനുഭവിക്കുന്നു. അതിന് തടസ്സമായിട്ട് എനിക്ക് നിൽക്കുന്നത്, മുന്നോട്ട് പോകാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ റിലേഷന് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കിപ്പോൾ ഒരു സ്നേഹത്തിനോടും പോവാൻ താല്പര്യമില്ല. മൊത്തത്തിലെല്ലാം ഒരു റിഗ്രറ്റാണ് കാണിക്കുന്നത്. എനിക്ക് ഒന്നും വേണ്ട, എല്ലാം കൊണ്ടും ജീവിതത്തിൽ മടുപ്പായി, എനിക്ക് എങ്ങോട്ടെങ്കിലും അങ്ങ് ഒറ്റയ്ക്ക് പോയാൽ മതി, നടന്ന് നീങ്ങിയാൽ മതി എന്നൊക്കെയുള്ള ഒരു പിൻവാങ്ങൽ
എന്നൊക്കെ പറയാം. എല്ലാത്തിൽ നിന്നും ഒരു പിൻവാങ്ങൽ എന്ന് വെച്ചാൽ ഒന്നിനും നടക്കുന്നില്ല. വിചാരിച്ച കാര്യങ്ങളിലെല്ലാം തടസ്സം നിൽക്കുന്നു. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു മനോസ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നും വേണ്ട, എല്ലാം കൊണ്ടും എനിക്ക് മതിയായി എന്ന് തോന്നുന്ന ഒരു ഫീലിങ്സിലോട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ് എന്നുള്ളതാണ് അടുത്തത് ഞാൻ നോക്കാൻ പോകുന്നത്. വളരെ ഒരു ചേഞ്ചാണ് ഇപ്പം അവർക്ക് നിങ്ങളോട്, വലിയൊരു മാറ്റം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. കാരണം വീൽ ഓഫ് ഫോർച്യൂണാണ്. ഇപ്പം മുൻപ് എങ്ങനെയാണോ നിങ്ങളെടുത്ത് എതിരിട്ട് നിന്നിരുന്നത്, അപ്പം നിങ്ങളെ വേണ്ട, നിങ്ങളെ മടുത്തു എന്ന് പറഞ്ഞവർ ഇപ്പം നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവർക്ക് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നല്ലൊരു മാറ്റത്തിലോട്ടാണ് ഇപ്പോൾ അവരുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു കർമ്മഫലമാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ചെയ്തതെന്നായാലും തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ചെയ്തതിൻ്റെയൊക്കെ ഒരു ഫലം, ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെയ്തത് എത്രത്തോളം വലിയ തെറ്റായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡിലോട്ട് മാറ്റിയിരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് പറയാം. അതെ, ഇതിന് നിങ്ങളുടെ ഉള്ള മനോഭാവത്തിൻ്റെ ബ്ലോക്കേജായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ക്യൂൻ ഓഫ് സോൾസാണ്. ഒരു പരുക്കൻ സ്വഭാവത്തോടു കൂടിയായിരുന്നു മുമ്പ് നിങ്ങളോട് അവർ പെരുമാറിയിരുന്നത്. സ്വന്തം കാര്യത്തിന് മുൻഗണന നൽകി മുന്നോട്ട് പോയിരുന്നു. സ്നേഹബന്ധത്തിന് മൂല്യം നൽകിയിരുന്നില്ല. സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് അവർ. അപ്പം അന്ന് എന്ന് വെച്ചാൽ സ്വന്തം തെറ്റുകൾ പോലും അംഗീകരിക്കാതെ എല്ലാ തെറ്റുകളും നിങ്ങളുടെ തലയിലൊക്കെ അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് രക്ഷപ്പെടുക, ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം പോവുക, സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, പരുക്കൻ സ്വഭാവം, ഒരു സ്നേഹബന്ധത്തിന് മൂല്യം നൽകാതെ ബുദ്ധിപരമായിട്ട് സ്വന്തം കാര്യത്തിന് മാത്രം മുൻതൂക്കം നൽകി മുന്നോട്ട് ഹാർഷായിട്ട് പോവുക എന്നുള്ളൊരു വ്യക്തിയായിരുന്നു മുമ്പ് അവർ നിങ്ങളിൽ നിന്നിരുന്നത്. ഇപ്പം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് എന്നാണ് എനിക്ക് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനും മുമ്പത്തെ സിറ്റുവേഷനും ഇനി മുന്നോട്ടുള്ള സിറ്റുവേഷനും ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത്. മുമ്പ് അവർ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് നേരെ തിരിച്ചാണ്. ഇപ്പോൾ അവരുടെ സ്വപ്നം എന്താണെന്നറിയാമോ? നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണ് വിഷ് കം ട്രൂ അവരുടെ മനസ്സിലെ സ്വപ്നം ഇപ്പോൾ എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതമാണ് അവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ്. നിങ്ങളുമായിട്ട് ജീവിക്കുമ്പോഴാണ് അവർക്ക് ഐശ്വര്യം, ഒരു ലക്ഷറി ലൈഫ്, സമാധാനം, സന്തോഷം, അതൊക്കെ അവർക്ക് ഇമോഷണലി എല്ലാം കിട്ടുന്നത്, ആ ഒരു സ്നേഹം സഫലമാകുന്നത്. കാരണം 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ, കപ്പ് എന്ന് പറയുമ്പോൾ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അതാണ് അവരുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവരൊരുപാട് മാനസിക വേദന അനുഭവിക്കുന്നു. എല്ലാം കൊണ്ടും സ്വയം മനസ്സിലാക്കുന്നു, ഞാൻ ചെയ്തതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പം എത്ര കഠിനമായിട്ടുള്ള വേദനയാണ് ഞാനിപ്പോൾ അനുഭവിക്കുക. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു തരത്തിലും സാധിക്കാത്തതിൻ്റെ പേരിലൊരു റിഗ്രറ്റാണ്. എന്നുവെച്ചാൽ എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് എല്ലാം കൊണ്ടും മതിയായി, എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നൊക്കെയുള്ള ചില സാഹചര്യങ്ങളിൽ കൂടെയുള്ള ഒരു മൈൻഡാണ് എനിക്ക് ഇപ്പം കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്, ഇവർക്കിപ്പോൾ ഇവിടെ കൂടെ ട്രെയിൻ പോകുന്നത് കൊണ്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, അപ്പം ഇവർക്കിപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനോടുള്ളൊരു മനോഭാവം എന്താണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരാളുടെ മാത്രം റീഡിങ് എടുക്കുമ്പോൾ അയാളുടെ മാത്രം കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ നോക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് ഇപ്പം നിൽക്കുന്ന തേർഡ് പാർട്ടീസ്, അത് ഫസ്റ്റ് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, റിഗ്രറ്റാണ്, വിഷമമാണ്, പെയിനെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചാരിയറ്റാണ് വന്നേക്കുന്നത്. 2
ഒരു രഥത്തിൽ 2 മൃഗങ്ങളെയും കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു തേരാളിയാണിത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 സാഹചര്യവും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിൽ പവറായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ബ്ലോക്കേജായിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു എന്താ പറയുക, ആ ഒരു സാഹചര്യം ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് ആൾക്ക് താങ്ങാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, സ്റ്റക്കായിട്ട് നിൽക്കും. ഇത് റിവേഴ്സ്ഡായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്, എന്താ പറയുക, ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. ഇത് നേരെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇതെനിക്ക് ബ്ലോക്കേജായിട്ട് കിട്ടുമ്പോൾ ഈ ഒരു സാഹചര്യം ഇത്രയും ഉത്തരവാദിത്വത്തോട് റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു ഓവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഓവർ വിഷമമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു തരത്തിലും അമിത ഭാരം കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, അതാണ് എനിക്കിത് ബ്ലോക്കേജായിട്ട് കിട്ടിയേക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം എയ്സ് ഓഫ് വാൺസ് പറയുന്നത് അതിനകത്തുനിന്ന് ആ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം അവർക്ക്. ഇത് ഫയർ എലമെൻ്റാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. ഈ ഓവറായിട്ടുള്ള ടെൻഷൻ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തുനിന്ന് ആവശ്യമായിട്ട് എനിക്കൊരു ഫയർ എലമെൻ്റാണ്, ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ളൊരു രീതി. ഞാനായിട്ടൊരു തീരുമാനം എനിക്ക് എടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനം അതിനകത്തുനിന്ന് എടുക്കാനായിട്ട്, ആ ഒരു റിലേഷനകത്തൊരു ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് എന്താണ് ആ ഒരു തീരുമാനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ തീരുമാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളിലോട്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളെടുത്ത് സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വരണം. അവരിപ്പം ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ലൈഫാണ്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് അതിൽ നിന്നും കൂടുതൽ റെസ്പോൺസിബിലിറ്റി, അതിനകത്ത് ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും അതിനകത്തുനിന്ന് റിലീഫായിട്ട് തിരിച്ചു വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ്, നിങ്ങളുടെ സ്നേഹത്തിലോട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, അവർ ശ്രദ്ധിക്കുന്നത്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അവർക്ക് തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് അവർക്കിപ്പം തുറന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇത് നിങ്ങളോടും തുറന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യത്തിലും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ അവിടെയും അവർക്ക് തുറന്ന് കാട്ടാൻ പറ്റുന്നില്ല. അവരുള്ളിൽ ഒതുക്കി വെച്ചേക്കുകയാണ് അവരുടെ മനസ്സിലെ ഈ ഒരു ആഗ്രഹം. അവർ മനസ്സിലെടുത്തേക്കുന്ന തീരുമാനമൊന്നും അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു റിലേഷനും ഒരുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ. രണ്ടും ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ അതിനകത്ത് സ്റ്റക്കാണ് അവർ. ഓവറായിട്ട് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി, ഒരുപാട് വിഷമങ്ങൾ അതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. അതിനകത്ത് ആവേശപരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്കിപ്പോൾ അത് തുറന്ന് കാട്ടാൻ അവിടെയും പറ്റുന്നില്ല. നിങ്ങളോടും അത് തുറന്ന് പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ അവർ ഒന്നും സംഭവിക്കുന്നില്ല. മനസ്സിലങ്ങ് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് അടുത്ത് വരണം, എല്ലാ രീതിയിലുമുള്ളൊരു അടുപ്പം നിങ്ങളുമായിട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് പോസിബിൾ ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അവരുടെ ആ ഒരു ആഗ്രഹം എന്നത്തേക്കത് ശരിയാവും? അതെ,
അവരുടെ ആഗ്രഹം, അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു ആഗ്രഹം നടക്കാത്തത് കൊണ്ട് ഒരുപാട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെ നിന്ന് അവർ ഈ ഒരു നിങ്ങളുമായിട്ടുള്ളൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പൊരുതുന്നുണ്ട്. പൊരുതി ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് പീരീഡിലാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മരണതുല്യമായിട്ടുള്ള വേദനയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നതെന്നും അതിന് തടസ്സമായിട്ട് മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണെന്നും എനിക്കിനി ഒന്നും വേണ്ട, എല്ലാം കൊണ്ടും മതിയായി എന്നുള്ളൊരു രീതിയാണ് അവരുടെ മനസ്സിലെന്നും ഞാൻ ഫസ്റ്റ് അവരുടെ എനർജി എടുത്തപ്പോൾ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് പരസ്പരം പൊരുതി ഇനി വയ്യ എന്നുള്ളൊരു രീതി ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്ര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഇറങ്ങാനും വയ്യ, എന്താ പറയുക, കയറാനും വയ്യ, ഒന്നിനും വയ്യ എന്നുള്ളൊരു രീതിയിലാണ് പറയും. അവരുടെ മനസ്സിലുള്ള ആഗ്രഹം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും, അവർക്ക് അവിടെ വലിയ രീതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന, മനസ്സിനകത്ത് എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന, ഒന്നിനും കഴിയാത്തൊരു സാഹചര്യം എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ. നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അവർക്ക് തരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ആത്മവേദന അവർക്ക് മനസ്സിൽ ഒരുപാട് അവരെ കുറ്റപ്പെടുത്തുന്നു, കുത്തി അവരെ മരണതുല്യമായിട്ടുള്ളൊരു വേദനയിലോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യെസ്, എനിക്ക് ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇറങ്ങാൻ പറ്റാത്തത് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു സ്ട്രോങ് ആയിട്ട് ഡബിൾ കാർഡ് കയറി വന്നതുകൊണ്ട് ഇതിനകത്ത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തോ ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ ഒരു സാഹചര്യം ഇവർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാനായിട്ട് കഴിയാത്തത്. ഓക്കെ, അവർ അതിനകത്ത് എന്താ പറയുക, ഒരു ചുറ്റപ്പെട്ട് കിടക്കുന്നത് പോലെ അവിടുന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് ഇവർ സ്ട്രോങ് ആയിട്ട് ഈ തേർഡ് പാർട്ടി നല്ല രീതിയിൽ എന്തോ ബ്ലാക്ക് മാജിക് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ട് ബന്ധനത്തിൻ്റെ ഒരു ബന്ധനം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ആകെ ചുറ്റി വളച്ചവിടെ വെച്ചേക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് ഡബിൾ കാർഡ് തെറ്റായിട്ടുള്ള ബന്ധം, തെറ്റായിട്ടുള്ള അഡിക്ഷൻ, ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ, അടിമത്വം, ഈ ഒരു കാർഡ് വരുമ്പം ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടിക്ക് അടിമപ്പെട്ട് കിടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം അത് അടിമപ്പെട്ട് കിടക്കാൻ അവരതേപോലെ എന്തോ ഒരു അടിമത്വത്തിനുള്ള ഒരു സംഭവം അവിടെ ചെയ്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, കാരണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വൈകാരികമായിട്ട് സ്നേഹത്തിന് മൂല്യം കൽപ്പിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു രണ്ട് സാഹചര്യത്തിൽ ഇങ്ങനെ വല്ലാതെ ബന്ധിതനായി. എന്ന് വെച്ചാൽ ആരെയും ചതിക്കാനും പറ്റിക്കാനും ഒന്നും ആൾക്കറിയില്ല. മനുഷ്യ സ്നേഹത്തിന് ഒരുപാട് മൂല്യം, ഉയർന്ന തലത്തിൽ മൂല്യം കൽപ്പിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് അവർ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടുകിടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആരെയും ചതിക്കാനും പറ്റിക്കാനും അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ മുതലാക്കി അവർ തെറ്റായിട്ടുള്ളൊരു രീതിയിലോട്ട് ആക്കി അവരെ ബന്ധിപ്പിച്ച് വെച്ചേക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർക്കതാണ് എത്ര ശ്രമിച്ചിട്ടും, ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരുന്നാലും ചിലപ്പോൾ താൽക്കാലികമാണെങ്കിലും അതവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നതും ഇവർ ഇപ്പം നല്ല രീതിയിൽ 100% ആത്മാർത്ഥതയോട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം പഴയപടി ആക്കിയെടുക്കണം. അവർ ചെയ്ത തെറ്റ് തിരുത്തി അവർക്ക് എങ്ങനെയാണോ അതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ ചെയ്യുന്നതൊക്കെ ഒരു കർമ്മയാണ്, ഈ ചെയ്തതിൻ്റെയൊക്കെ ഒരു കർമ്മഫലമാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഞാനിവിടെ പറഞ്ഞു നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന്. വളരെ ഹാർഷായിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അവർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളത് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നേരെ തിരിച്ചാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിനകത്ത് ഒരുപാട് ചിന്തകളുമായിട്ട് വേറെ ഓപ്ഷനുകൾ, നിങ്ങളല്ലാതെ വേറെ ഓപ്ഷനുമായിട്ട് ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചു. അപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തിറങ്ങാനായിട്ട് ഇപ്പോൾ അവർ അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഇത് പഴയപടി കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു രീതിയിൽ ഇവരിപ്പം അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിലവിലെ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അപ്പം ഏഞ്ചൽസിൻ്റെ ഒരു ഗൈഡൻസും കൂടെ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് എനർജി വരുന്ന ഒരു റീഡിംഗ് ആണ് ഇന്ന് എനിക്ക് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു റീഡിംഗ് ആണ് കാണിച്ച് തന്നിരിക്കുന്നത് ഞാൻ എടുക്കുന്നതിനകത്ത്. അപ്പോൾ അത് നിങ്ങളിതിൽ കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അപ്പം കണക്റ്റ് ആവുകയാണെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക, നിങ്ങളിലേക്ക് ക്ലൈം ചെയ്യുക. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് ടൈമിങ്ങിലോട്ടാണ് യൂണിവേഴ്സ് വഴി കാട്ടുന്നത്. നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ഉള്ളൊരു പെർഫെക്റ്റ് ടൈമിംഗ് കടന്നു വരും എന്നാണ് ഏഞ്ചൽസ് എനിക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ അവർ അഹോരാത്രം പണിപ്പെടുന്നതിൻ്റെ ചെയ്ത തെറ്റ് ഇപ്പോൾ പശ്ചാത്തപിക്കുമ്പോൾ പാപിക്കൊരവസരവും, പശ്ചാത്തപിക്കുന്നവന് ഏത് പാപിയാണെങ്കിലും ദൈവം ഒരവസരവും കൂടെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഏത് പ്രവൃത്തി ചെയ്താലും പശ്ചാത്തപിക്കുന്നവനൊരു ഇതുണ്ടാവും. അപ്പോൾ ചെയ്ത തെറ്റെന്താണെന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടും അവർക്ക് സത്യം ഇതിനകത്തുനിന്ന് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ടും തീർച്ചയായും ഈശ്വരൻ അവർക്ക് സപ്പോർട്ടായി നിൽക്കും. അപ്പം ഇവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർമിക് ഒരു സൈക്കിളാണ്, എന്നുവെച്ചാൽ ഒരു കർമ്മഫലം. അത് അവരിൽ നിന്ന്, ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് തന്നെ അനുഭവിച്ച് തീരാനുള്ളൊരു യോഗം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരതിനകത്ത് കിടന്ന് ഇപ്പോൾ ഇത് അനുഭവിക്കുന്നത്. അത് അനുഭവിച്ച് തീരാൻ ഒരു പീരീഡിറ്റി യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. അത് തീരുമ്പം അവരതിനകത്തുനിന്ന് മുക്തനായിട്ട് തിരിച്ച് നിങ്ങളടുത്തോട്ട് തന്നെ വരും എന്ന് തന്നെയാണ്. അതാണ് ഈ പെർഫെക്റ്റ് ടൈമിങ് എനിക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബോട്ടമായിട്ട് ഇതിനകത്ത് എനിക്ക് കിട്ടിയേക്കുന്നത്? കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക, നിങ്ങൾ നല്ലതിനായിട്ട് കാത്തിരിക്കുക. തീർച്ചയായും നല്ലൊരു ടൈമിംഗ് വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.